എമ്പുരാന് പിന്നാലെ വെട്ടലും തിരുത്തലും സിനിമയിൽ പതിവാണെന്ന് തോന്നുന്നു. സാമുദായിക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ചിത്രത്തിലെ രംഗങ്ങൾ വെട്ടിക്കുറക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നത് ആനന്ദ് മഹാദേവൻ ഒരുക്കുന്ന ഫൂലെ എന്ന ചിത്രത്തിനാണ്. എതിർപ്പിനെ തുടർന്ന് ഏപ്രിൽ 11 റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് വിവരം. സാമൂഹിക പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെ, സാവിത്രിബായി ഫുലെ എന്നിവരുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് ഫൂലെ. വെള്ളിയാഴ്ച പുറത്തിറങ്ങേണ്ടിയിരുന്ന ചിത്രം 2 ആഴ്ച വൈകിയേ തിയേറ്ററുകളിൽ എത്തുകയുള്ളൂ. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മൺ സമുദായ സംഘടനകളുടെ എതിർപ്പിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. പ്രതീക് ഗാന്ധി, പത്രലേഖ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ജ്യോതിറാവ് ഫുലെയുടെയും സാവിത്രിബായി ഫുലെയുടെയും ജാതിലിംഗ അനീതികൾക്കെതിരെയുള്ള പോരാട്ടമാണ് പ്രമേയമാകുന്നത്. ചിത്രം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ചാണ് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമുദായ സംഘടനകൾ ചിത്രത്തിനെതിരെ ശബ്ദമുയർത്തിയത്. എതിർപ്പുകൾ ശക്തമായപ്പോൾ ചിത്രത്തിൽ 12ഓളം മാറ്റങ്ങളാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിർദ്ദേശിച്ചത്. ചിത്രത്തിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന സംഭാഷണങ്ങളടക്കം നീക്കം ചെയ്യാനാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടെ മനുജാതി വ്യവസ്ഥ ഉൾപ്പെടെ ഏതാനും പരാമർശങ്ങളും ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു. കൂടാതെ ചില സംഭാഷണങ്ങളും മാറ്റാൻ CBFC നിർദ്ദേശിച്ചു. ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദ് മഹാദേവന് നിരവധി പേരിൽ നിന്ന് കത്തുകൾ ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ചിത്രത്തെക്കുറിച്ച് ചിലരിൽ തെറ്റിദ്ധാരണ ഉണ്ടായെന്നാണ് സംവിധായകൻ ഇതിനെതിരെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ സിനിമയ്ക്ക് ഒരു പ്രത്യേക അജണ്ടയില്ലെന്നും വസ്തുതകൾ മാത്രമാണ് അവതരിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഖിൽ ഭാരതീയ ബ്രാഹ്മിൺ സമാജ്, പരശുരാം ആർദിക് വികാസ് മഹാമണ്ഡൽ എന്നീ സംഘടനകളാണ് ചിത്രത്തിനെതിരെ രംഗത്തെത്തിയത്. സാമൂഹിക പരിഷ്കർത്താവ്, ചിന്തകൻ, സന്നദ്ധ പ്രവർത്തകൻ, എഴുത്തുകാരൻ, പണ്ഡിതനൊക്കെ ആയിരുന്ന ജ്യോതിറാവ് ഫൂലെയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ കാന്തി ജ്യോതി സാവിത്രിബായി ഫൂലെയുടെയും ജീവിതത്തെ ആസ്പദമാക്കിയാണ് ആനന്ദ് മഹാദേവൻ ഫൂലെ എന്ന ചിത്രം ഒരുക്കിയത്. സാവിത്രിബായി ഫൂലെ ഭാരതത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുന്നണി പോരാളിയായിരുന്നു. വിദ്യാഭ്യാസം, കൃഷി എന്നീ രംഗത്തും ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിലും സ്ത്രീജനങ്ങളുടെയും പ്രത്യേകിച്ച് വിധവകളുടെയും ഉന്നതിക്കായും തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു. സമൂഹത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജീവിതം പ്രമേയമാക്കി സിനിമകൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്ത് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അവരുടെ നെഗറ്റീവ് സൈഡിനെ തുറന്നു കാട്ടുമ്പോഴോ സിനിമ എന്ന കലയ്ക്ക് നേരെ കത്രികയുമായി എത്തുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെ വിലയിരുത്താം. ഇത്തരത്തിൽ ഒരു സിനിമയെ അതിന്റെ കലാമൂല്യത്തെ പോലും വകവയ്ക്കാതെ, അതിനു പിറകിലെ അവരുടെ എഫേർട്ടിനെ പോലും കണക്കാക്കാതെ നടത്തുന്ന കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കണം. സാമൂഹിക പരിഷ്കർത്താക്കൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചരിത്രമാണ്. അത് രാജ്യമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അത് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇതുപോലുള്ള നാടകങ്ങളോ സിനിമകളോ ആയി പുനർജനിക്കും. ചരിത്രത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ പ്രതികരിച്ചതിന് എമ്പുരാൻ എന്ന ചിത്രത്തിലെ പല ഭാഗങ്ങളും നീക്കിയതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കരുത്.